നമ്മളിന്ന് എവിടെ പോകുന്നത്? നാട്ടിലേക്ക്. അങ്ങനെ നീണ്ട 10 മാസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ നാട്ടിലോട്ട് പോവാണ്. ഞാനും ഉണ്ണിയും ആദ്യമായിട്ടാണ് കേട്ടോ നാട്ടിൽ നിന്ന് ഇത്രയും നാൾ മാറി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു നാട്. പക്ഷെ ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീട്ടിലാരോടും നമ്മൾ പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം അവരുടെ റിയാക്ഷൻ എന്താണെന്നുള്ളത്, അല്ലേ ഉണ്ണി? അപ്പം നമ്മൾ ഇവിടുന്ന് വൈകുന്നേരമാണ് ഇവിടുന്ന് വിടുന്നത്. ഇവിടുന്ന് വിട്ട് നമുക്ക് തൊട്ടടുത്തൊരു ഡൊമസ്റ്റിക് എയർപോർട്ട് ഉണ്ട്, അവിടെ പോകണം. അവിടെ പോയിട്ട് അവിടുന്ന് നൈറ്റ് ഫ്ലൈറ്റിന് നമ്മൾ മാലിയിലെത്തും. മാലിയിൽ നിന്ന് നമുക്ക് നാളെയാണ് കണക്ഷൻ ഫ്ലൈറ്റാണ് ശ്രീലങ്ക വഴി കൊച്ചിയിലോട്ട്. പിന്നെ നമ്മൾ ഫ്രൈഡേ മോർണിംഗിലായിരിക്കും കേട്ടോ എത്തുന്നത്. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് ബുധനാഴ്ച, ഇപ്പോൾ വൈകുന്നേരമായി. ബുധനാഴ്ച വൈകുന്നേരമാണ് 26-ന്. അപ്പോൾ നമ്മൾ 28-ാം തീയതി രാവിലെയാണ് വീട്ടിലെത്തുക. അതുവരെ നമ്മൾ സർപ്രൈസ് ആയിട്ട് വെക്കും, വീട്ടുകാരോട് ആരോടും പറയില്ല. അപ്പം നമുക്ക് പോയിട്ട് കാണാം. ഹലോ നീ വീഡിയോ ദത്ത എന്നോട് ദിവ്യയിൽ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ദിവ്യഹി ചെറുതായിട്ട് അറിയുന്ന കാരണം ദത്തയ്ക്ക് മൂളലിലൂടെയാണ് ഞാൻ മറുപടി കൊടുക്കുന്നത് കേട്ടോ. ഉണ്ണി തൊട്ട് മുമ്പിൽ വേറൊരു ദത്തയുടെ കൂടെ പോകുന്നുണ്ട്. നല്ല വെയിലായത് കാരണം ദത്തമാർ ലഗേജ് എടുക്കാൻ വന്നപ്പോൾ ഞാനും ഉണ്ണിയും കൂടി അവരുടെ കൂടെ ഇങ്ങനെ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹാർബറിലെത്തി. ഇനി ഇവിടുന്ന് വെയിറ്റ് ചെയ്യണം. 4 മണിക്കാണ് ഞങ്ങൾക്ക് കുദൂശിലോട്ടുള്ള ലോഞ്ച്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുക. ഞാൻ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഉണ്ണിയും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ ലോഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലോഞ്ചിലോട്ട് കയറാം. ചെറിയൊരു ലോഞ്ച്, ഞങ്ങളുടെ എക്സ്പാട്രിയേറ്റ്സിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു ലോഞ്ചാണ് കേട്ടോ നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലോഞ്ചിലാണ് നമ്മൾ കുൽദൂഷിലോട്ട് പോകുന്നത്. സീന്ന് ഭയങ്കര കാമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ യാത്ര അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഗോയിദൂനോട് യാത്ര പറഞ്ഞ് ഞങ്ങളുടെ വെക്കേഷൻ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല കുലുക്കം ഉണ്ടായിരുന്നു ലോഞ്ചിൽ. കാമായിരുന്നിട്ടും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ചാനലൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നല്ല കുലുക്കായിരുന്നു കേട്ടോ. എന്തായാലും ഉണ്ണി നന്നായിട്ട് അവളുടെ യാത്ര ആസ്വദിക്കുന്നുണ്ട്. അവളുടെ കൂടെ ഞാനും ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. കാരണം നീണ്ട 10 മാസങ്ങൾക്ക് ശേഷമാണ് നാട്ടിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ കുൽദുബുഷി ആർട്ടിലിൻ്റെ ടെർമിനലിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് നേരെ എയർപോർട്ടിലോട്ട് പോകണം. അതിനുമുമ്പ് ഒരു ചായയൊക്കെ കുടിക്കണം കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് വരട്ടെ. ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ടാക്സിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ പിക്കപ്പിലാണ് പോവാറ്. ഇത് നമ്മൾ കൂടുതൽ ആളുണ്ടായതുകൊണ്ട് ടാക്സിയാണ് വിളിച്ചത് കേട്ടോ. അങ്ങനെ പോകുമ്പോഴുള്ള കാഴ്ചയാണ്. ഇവിടെയുള്ള മിക്ക റോഡുകളും ഇതുപോലെ തന്നെയാണ്. പിന്നെ മെയിൻ റോഡുകൾ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ടാർ ചെയ്തിട്ടുണ്ടാകുന്നത്. പിന്നെ മിക്ക ദ്വീപുകളിലും ഇതുപോലെ തന്നെയാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞത്. ഇത് പിന്നെ സിറ്റി ആയതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ കുൽദുബുഷി എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് രാത്രി 9:45 ഫ്ലൈറ്റ് വരുന്നത് മാലിയിലോട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.